പയ്യാമ്പലം കടപ്പുറത്ത് IRPC ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സന്തോഷ് കൂടി ചേർന്നു നമ്മളോടൊപ്പം. സന്തോഷ്, കണ്ണൂർ ജില്ലയിലും ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ എല്ലായിടങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പയ്യാമ്പലത്ത് എല്ലാവിധ സൗകര്യങ്ങളും സജ്ജമാണല്ലേ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ദൂരി കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണത്തിന് ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ഏറ്റവും പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് പയ്യാമ്പലം കടപ്പുറത്താണ്. പയ്യാമ്പലം കടപ്പുറത്ത് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ് ബലിതർപ്പണം നടത്തുന്നത്. പുലർച്ചെ 5 മണി മുതൽക്ക് തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. വിവിധ ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി IRPC ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ മറ്റ് തോട്ടട, തയ്യിൽ, തലായി ഉൾപ്പെടെയുള്ള കടത്തീരങ്ങളിലും ബലിതർപ്പണം നടക്കുന്നുണ്ട്. പ്രധാന ക്ഷേത്രങ്ങളായ തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, അതോടൊപ്പം വാസപുരം പയ്യാവൂർ വാസപുരം മഹാവിഷ്ണു ക്ഷേത്രം, മുളുപ്പിലങ്ങാട് ബീച്ച് തുടങ്ങിയ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ സ്ഥലങ്ങളിൽ ബലിതർപ്പണം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തവണയും ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തിയിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പയ്യാമ്പലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിന്റെ ഭാഗമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പയ്യാമ്പലം കടൽപ്പുറത്ത് അതിനുള്ള വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസ് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ കർക്കിടക വാവുബലി എന്ന് പറയുന്നത് വിശ്വാസപരമായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് പിതൃക്കൾക്ക് വേണ്ടിയുള്ള ദിവസം എന്നുള്ള രീതിയിൽ അവർക്ക് പിതൃതർപ്പണം അർപ്പിക്കുന്നതിനായി ഈ ദിവസം മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പിതൃതർപ്പണത്തിന് പേരുകേട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പിതൃതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിന്ധൂരി.